നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗിനെക്കുറിച്ചാണ്. കേൾക്കുമ്പോൾ വലിയൊരു സംഭവമായി തോന്നുമെങ്കിലും സത്യത്തിൽ ഇന്നത്തെ ബിസിനസ് ലോകം നമ്മളോടൊക്കെ സംസാരിക്കുന്ന ഒരു ഭാഷയാണിത്. അപ്പോൾ ഈ പുതിയ ഭാഷയുടെ ചില രഹസ്യങ്ങളൊക്കെ നമുക്ക് ഒരുമിച്ച് നോക്കിയാലോ? ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. പണ്ടൊക്കെ നമ്മൾ പരസ്യം കാണുന്നത് പത്രത്തിലോ ടിവിയിലോ ഒക്കെ ആയിരുന്നു, അല്ലേ? എന്നാൽ ഇപ്പം അങ്ങനെയാണോ? നമ്മുടെ ഫോൺ എടുക്കുമ്പം, ലാപ്ടോപ്പിൽ നോക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ എത്ര ബ്രാൻഡുകളാണ് ദിവസവും നമ്മളിലേക്ക് എത്തുന്നത്. ആ ഒരു വലിയ മാറ്റമില്ലേ? അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം. മാർക്കറ്റിംഗിൻ്റെ പഴയ രീതികളും ഇന്നത്തെ പുതിയ രീതികളും തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്ന് നോക്കാം. കാര്യങ്ങൾ എത്രത്തോളം മാറിയിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നിയേക്കാം. പഴയ രീതി, അതായത് ട്രഡീഷണൽ മാർക്കറ്റിംഗ്, കൂടുതലും പത്രം, ടിവി, റേഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളെയായിരുന്നു ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വന്നപ്പോൾ കളി മൊത്തം ഓൺലൈനിലായി. പക്ഷെ അതിൻ്റെ ഏറ്റവും വലിയ മാറ്റം എന്താണെന്നറിയോ? ആശയവിനിമയത്തിലാണ്. പണ്ടൊക്കെ ബ്രാൻഡുകൾ നമ്മളോട് അങ്ങോട്ട് കാര്യങ്ങൾ പറയും, നമുക്ക് കേൾക്കാനേ പറ്റുമായിരുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല, നമുക്ക് ബ്രാൻഡുകളോട് ഇങ്ങോട്ട് സംസാരിക്കാം, അഭിപ്രായം പറയാം. അതൊരു വലിയ മാറ്റം തന്നെയല്ലേ? ശരി, അപ്പോൾ എന്താണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് നമുക്കൊന്ന് കൃത്യമായിട്ട് നോക്കാം. ഈ പേര് കേൾക്കുന്ന പോലെയുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് സംഭവം ഒന്നല്ലടേ ഇത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, അങ്ങനെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളിലൂടെയും ബിസിനസ്സുകൾ കസ്റ്റമേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് വെറുതെ ഒരു സാധനം വിൽക്കാൻ വേണ്ടി പരസ്യം ചെയ്യുന്ന പരിപാടി മാത്രമല്ല, അതിനപ്പുറം ഒരു നല്ല ബന്ധമുണ്ടാക്കിയെടുക്കലാണ് പ്രധാനം. അപ്പോൾ കണ്ടില്ലേ, സംഭവം വളരെ ലളിതമാണ്. നമ്മൾക്ക് ദിവസവും ഉപയോഗിക്കുന്ന ഈ ഓൺലൈൻ ലോകം, അതിനെ ബിസിനസ്സുകൾ അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അത്രയുള്ളൂ കാര്യം. അപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് പ്രധാനമായിട്ടും 3 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക, അതായത് നമ്മളെപ്പോലുള്ളവരുടെ. 2, ആ ശ്രദ്ധ കിട്ടിയവരെ കസ്റ്റമേഴ്സാക്കി മാറ്റുക. മൂന്നാമത്തേത്, അവരുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടാക്കി അവരെ എപ്പോഴും കൂടെ നിർത്തുക. സിമ്പിൾ. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, എന്തിനാണിപ്പോൾ എല്ലാ ബിസിനസ്സുകളും ഇങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ പുറകെ പോകുന്നത്? അതിൻ്റെ പിന്നിലെ പവർ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഇതിന് അതിരുകളില്ല. ലോകത്ത് എവിടെ വേണമെങ്കിലും നമ്മുടെ പ്രോഡക്റ്റ് എത്തിക്കാം. കേരളത്തിലെ ഒരു ചെറിയ കടയ്ക്ക് പോലും അമേരിക്കയിലുള്ള ഒരാൾക്ക് സാധനം വിൽക്കാൻ പറ്റുന്നത് ഇതുകൊണ്ടാണ്. അതും പണ്ടത്തെ പോലെ വലിയ ചെലവില്ലാതെ. പിന്നെ നമുക്ക് ആവശ്യമുള്ള ആളുകളെ മാത്രം ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 20നും 30നും ഇടയിൽ പ്രായമുള്ളവരെ മാത്രം മതിയെങ്കിൽ അവരിലേക്ക് മാത്രം പരസ്യം എത്തിക്കാം. ഏറ്റവും പ്രധാനമായിട്ട്, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിൻ്റെയും ഫലം കൃത്യമായിട്ട് അളക്കാൻ പറ്റും. എത്ര പേര് കണ്ടു, എത്ര പേര് വാങ്ങി, എല്ലാം. ഈ ഒരു മാറ്റം വളരെ വലുതാണ്. പണ്ടത്തെ മാർക്കറ്റിംഗ് ഒരു വൺ വേ ട്രാഫിക് പോലെയായിരുന്നു. ബ്രാൻഡുകൾ നമ്മളോട് റേഡിയോയിൽ അനൗൺസ്മെന്റ് പറയുന്ന പോലെ കാര്യങ്ങൾ പറയും, നമ്മൾ കേൾക്കണം. എന്നാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു 2 വേ ട്രാഫിക്കാണ്. അതൊരു സംഭാഷണമാണ്. നമുക്കങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാം, അഭിപ്രായം പറയാം, അവരുമായിട്ട് നേരിട്ട് സംസാരിക്കാം. ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു സൂപ്പർ പവർ എന്ന് വേണമെങ്കിൽ പറയാം. 100% അളക്കാൻ പറ്റും. അതായത് എത്ര പേര് നമ്മുടെ വെബ്സൈറ്റിൽ വന്നു, അതിലെത്ര പേര് സാധനം വാങ്ങി, നമ്മൾ പരസ്യത്തിന് മുടക്കിയ പൈസയ്ക്ക് ഗുണമുണ്ടായോ, ഇങ്ങനെ എല്ലാത്തിനും കൃത്യമായ കണക്ക് കിട്ടും. അപ്പോൾ പിന്നെ ഊഹിച്ചെടുക്കേണ്ട കാര്യമില്ല. ഡേറ്റ നോക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. നമ്മൾ ഓൺലൈനിലെ ഒരു ബ്രാൻഡിനെ സ്ഥിരമായി കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു വിശ്വാസം വരും, അല്ലേ? നമ്മളൊരു സംശയം ചോദിക്കുമ്പോൾ പെട്ടെന്ന് മറുപടി കിട്ടിയാൽ നമുക്കത് ഇഷ്ടപ്പെടും. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇത് ബ്രാൻഡ് വിശ്വാസ്യത കൂട്ടും. അതുപോലെ മാർക്കറ്റിൽ പുതിയൊരു ട്രെൻഡ് വന്നാൽ അതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വരുത്താനും പറ്റും. വളരെ ഫ്ലെക്സിബിളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നേട്ടങ്ങളൊക്കെയുള്ള ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്? അതിനുപയോഗിക്കുന്ന ചില പ്രധാനപ്പെട്ട ടൂൾസ് അല്ലെങ്കിൽ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനെ ഡിജിറ്റൽ മാർക്കറ്റർമാരുടെ ഒരു ആയുധപ്പുര എന്ന് തന്നെ പറയാം. ഇവയാണ് പ്രധാനപ്പെട്ട കളിക്കാർ. ഒന്നാമത്തേത് SEO, അതായത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. നമ്മൾ ഗൂഗിളിൽ തിരയുമ്പോൾ ഒരു വെബ്സൈറ്റ് ആദ്യം വരാൻ സഹായിക്കുന്നത് ഇതാണ്. പിന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, അത് നമുക്കെല്ലാവർക്കും അറിയാം. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ വഴി ബിസിനസ് ചെയ്യുന്നത്. അടുത്തത് കണ്ടന്റ് മാർക്കറ്റിംഗ്, നല്ല ഉപകാരപ്രദമായ ബ്ലോഗുകളോ വീഡിയോകളോ ഒക്കെ ഉണ്ടാക്കി ആളുകളെ ആകർഷിക്കുന്നത്. പിന്നെ ഇമെയിൽ മാർക്കറ്റിംഗും PPC പരസ്യങ്ങളുമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് SEO. നമുക്കതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ എന്താണ് SEO? നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ ചില റിസൾട്ടിന്റെ കൂടെ ആഡ് എന്നെഴുതി കാണാറില്ലേ? അത് പൈസ കൊടുത്തുള്ള പരസ്യമാണ്. അതല്ലാതെ താഴേക്ക് വരുന്ന റിസൾട്ടുകളുണ്ടല്ലോ, അതിൽ നമ്മുടെ വെബ്സൈറ്റ് ആദ്യ പേജുകളിൽ തന്നെ വരാൻ വേണ്ടി ചെയ്യുന്ന ചില ടെക്നിക്കുകളാണ് SEO. അങ്ങനെ വന്നാൽ കൂടുതൽ ആളുകൾ നമ്മുടെ സൈറ്റിലേക്ക് വരുമല്ലോ, അതാണ് ലക്ഷ്യം. ഈ SEOക്ക് സിനിമയിലെ പോലെ ഒരു ഹീറോയും വില്ലനുമുണ്ട്.
നല്ല വഴിക്ക് പോകുന്നതിനെ വൈറ്റ് ഹാറ്റ് SEO എന്ന് പറയും. ഇത് ഗൂഗിളിന്റെ എല്ലാ നിയമങ്ങളും അനുസരിച്ച് ആളുകൾക്ക് നല്ല കണ്ടന്റ് കൊടുത്ത് പതിയെ വളർന്നു വരുന്ന രീതിയാണ്. ഇത് കുറച്ച് സമയമെടുക്കും, പക്ഷെ കിട്ടുന്ന റിസൾട്ട് കാലങ്ങളോളം നിലനിൽക്കും. ഇനി വില്ലൻ, അതാണ് ബ്ലാക്ക് ഹാറ്റ് SEO. ഇത് നിയമങ്ങളൊക്കെ തെറ്റിച്ച് കുറുക്കു വഴികളിലൂടെ പെട്ടെന്ന് ഒന്നാമതെത്താൻ നോക്കുന്ന പരിപാടിയാണ്. ചിലപ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടുമായിരിക്കും, പക്ഷേ ഗൂഗിൾ ഇത് കണ്ടുപിടിച്ചാൽ പണി കിട്ടും. ചിലപ്പോൾ സൈറ്റ് തന്നെ ബാനായി പോകും. അപ്പോൾ ദീർഘകാലത്തേക്ക് ബിസിനസ് ചെയ്യുന്നവർക്ക് എപ്പോഴും നല്ലത് വൈറ്റ് ഹാറ്റ്, അതായത് ഹീറോയുടെ വഴി തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്നത്തെ കാലത്ത് വെറുമൊരു ഓപ്ഷനല്ല, അതൊരു ആവശ്യകതയായി മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് നോക്കാം. ഇവിടെ പറയുന്നത് വളരെ ശരിയായ കാര്യമാണ്. നമ്മുടെയൊക്കെ ഷോപ്പിംഗ് രീതി തന്നെ എത്ര മാറിപ്പോയി അല്ലേ? നമ്മളിപ്പോൾ ഒരു ഫോൺ വാങ്ങാനോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോകാനോ തീരുമാനിച്ചാൽ ആദ്യം ചെയ്യുന്നതെന്താ? ഗൂഗിളിൽ നോക്കും, റിവ്യൂസ് വായിക്കും, ശരിയല്ലേ? അപ്പോൾ ഒരു ബിസിനസ് ഓൺലൈനിൽ ഇല്ലെങ്കിൽ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ നിലവിലില്ലാത്തതിന് തുല്യമാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് എല്ലാവർക്കും ഒരേ അവസരമാണ് കൊടുക്കുന്നത്. വീട്ടിലിരുന്ന് കേക്കുണ്ടാക്കി വിൽക്കുന്ന ഒരാൾക്കും രാജ്യത്തുടനീളം ബ്രാഞ്ചുകളുള്ള ഒരു വലിയ ബേക്കറിക്കും മത്സരിക്കാനുള്ള ഒരേയൊരിടം ഓൺലൈനിലുണ്ട്. ഇവിടെ പണത്തേക്കാളുപരി നിങ്ങളുടെ ഐഡിയയും നിങ്ങൾ കൊടുക്കുന്ന ക്വാളിറ്റിയുമാണ് പ്രധാനം. അതൊരു വലിയ കാര്യമല്ലേ? അപ്പോൾ പോകുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ മിക്കവാറും എല്ലാ കാര്യങ്ങളും ഡിജിറ്റലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു ലോകത്ത് മാർക്കറ്റിംഗിനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നും ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്നും വേർതിരിക്കുന്നത് ഇനിയും ആവശ്യമുണ്ടോ? അതോ ഇനി മുതൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് തന്നെയാണോ അർത്ഥമാക്കേണ്ടത്? ഇതൊന്നാലോചിച്ച് നോക്കൂ.